അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഷെയ്ഖ് ഹസീന ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. അക്കാരണം കൂടിയുണ്ട് അവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ ഒരു കാരണമായി. നോക്കൂ, പാകിസ്ഥാനിൽ ചുവടുറപ്പിച്ച ഭീകരത ബംഗ്ലാദേശിലേക്ക് കൂടി പടർന്നു കയറുന്നു. ഉന്നം ഭാരതമോ? അല്ല, അതിലെന്താ അറിയോ, ബംഗ്ലാദേശ് നന്നാവും അല്ലെങ്കിൽ നന്നാക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. പാകിസ്ഥാനെ നന്നാക്കാം അല്ലെ പാകിസ്ഥാൻ നന്നാവും എന്ന് നമ്മൾ വിചാരിക്കുന്നതിലും അർത്ഥമില്ല. ഈ അറേബ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴികെ മറ്റൊരു ഇസ്ലാമിക രാജ്യവും നന്നാവുമെന്ന് നാം പ്രതീക്ഷിക്കുന്നതിലും വലിയ അർത്ഥമില്ല. പക്ഷെ അതിന് ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ വ്യത്യസ്തമായ നിലപാടുള്ളവരാണ്. പൊതുവെ ഈ അറേബ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു ഗുണം, അവരുടെ നാട്ടിൽ തീവ്രവാദം വെച്ചു പൊറുപ്പിക്കില്ല. ഇപ്പൊ ലോകത്തെ ഏറ്റവും ശക്തമായ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യപ്പെടും. നിങ്ങളെ പിടിച്ചോണ്ട് പോകും പോലീസ്, അല്ലെ അവരുടെ രഹസ്യ ഏജൻസി. എന്നിട്ട് നിങ്ങൾ പിന്നെ കാണില്ല, നിങ്ങൾ പിന്നെ എന്താ പറയാ അപ്രത്യക്ഷരാവും. എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. അത്ര കർശനമായ നിലപാടാണ് സൗദി അറേബ്യയിലൊക്കെ തീവ്രവാദത്തിനെതിരെ. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല, ബംഗ്ലാദേശ് അങ്ങനെയല്ല, ഏഷ്യയിലെ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളും അങ്ങനെയല്ല. അതിന്റെ ഫലമാണ് സിറിയ കണ്ടത്, അതിന്റെ ഫലമാണ് ഇറാഖിൽ കണ്ടത്, അതിന്റെ ഫലമാണ് ഈജിപ്തിൽ കണ്ടത്, അതേപോലെ തന്നെ ജോർദാനിൽ കണ്ടത്. പക്ഷെ അറേബ്യൻ രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല, അവർ ശക്തമായ നിലപാടാണ്. ഏതാണ്ട് ഈ സിറിയന്റെയും ഇറാഖിന്റെയും ജോർദാന്റെയും ഒക്കെ ചുവട് പിടിച്ചിട്ടാണ് പാകിസ്ഥാൻ പോകുന്നത്. അവരൊന്നും നന്നാവുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. പാകിസ്ഥാന് പഠിക്കുകയാണ് ബംഗ്ലാദേശ്. അത് പഠിപ്പിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ നമ്മളെ അതിർത്തികൾ, ഇപ്പൊ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി 4000 കിലോമീറ്ററാണ്. അതിൽ 600 കിലോമീറ്റർ ഫെൻസിങ് നടന്നിട്ടില്ല. ഫെൻസിങ് നടന്ന സ്ഥലത്ത് പോലും സുരക്ഷിതമല്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കെ തന്നെ 600 കിലോമീറ്റർ ഫെൻസിങ് നടന്നിട്ടില്ല. എന്താ കാരണം? ബംഗാൾ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. ഈ ഭൂമി ഏറ്റെടുത്ത്, ഫെൻസിങ്ങിന് വേണ്ട ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട നടപടി എടുക്കേണ്ടത് ബംഗാൾ ഗവൺമെന്റാണ്. ബംഗാൾ ഗവൺമെന്റിന് അതിന് വലിയ താല്പര്യമില്ല. ഈ അടുത്ത ദിവസം ലോക്സഭയിൽ ശ്രീ അമിത്ഷാജി പറഞ്ഞു, ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ 600 കിലോമീറ്റർ ബംഗാളിൽ ഇപ്പോഴും ഫെൻസിങ് നടന്നിട്ടില്ല. കാരണം അവിടെ ഭൂമി ഏറ്റെടുത്ത് തരുന്നില്ല, അതിന് വേണ്ട താല്പര്യം കാണിക്കുന്നില്ല. അതേ സമയത്ത് മേഘാലയ അതിർത്തി, ആസാം അതിർത്തി, ത്രിപുര അതിർത്തി ഒക്കെ നല്ല രീതിയിൽ ഫെൻസിങ് നടക്കുന്നുണ്ട്. അവിടെ ഔദ്യോഗികമായ എന്താ പറയാ ഈ പ്രവേശന കവാടങ്ങൾ മാത്രമേ തുറന്നു കൊടുക്കുള്ളൂ. മറ്റെല്ലാ സ്ഥലത്തും ഫെൻസിങ് ഉണ്ട്, കാവലുണ്ട്. ബംഗാളിൽ അതില്ല. കാരണം ബംഗാൾ ഗവൺമെന്റിനും വലിയ താല്പര്യമില്ല. അപ്പൊ ഇതൊരു വിഷയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കണം, ഫെൻസിങ് ഉണ്ടാവണം, പെട്രോളിംഗ് ഉണ്ടാവണം, ആധുനിക ഡ്രോൺ സംവിധാനം പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല മോണിറ്ററിംഗ് ഉണ്ടാവണം, നുഴഞ്ഞുകയറ്റക്കാരെ തടയണം, അവരെ എന്ത് രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ തടയണം. അതോടൊപ്പം രാജ്യത്ത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരെല്ലാവരും തീവ്രവാദികളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പലരും ജോലി തേടി വന്നവരാണ്. പക്ഷെ അവരിവിടെ നിൽക്കുന്നത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അപകടമാണ്. അപ്പൊ അവരെ ഇപ്പൊ കേരളത്തിൽ തന്നെ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ശക്തമായി മുന്നോട്ട് പോകണം. അതിന് സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കണം. കേന്ദ്രം മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കേന്ദ്രത്തിന്റെ മാൻ പവർ അങ്ങനത്തെ മാൻ പവർ അല്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു ബംഗ്ലാദേശി പൗരൻ ഉണ്ടെങ്കിൽ കോഴിക്കോട്ട് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ മേൽ ഒരു വാച്ച്, ഒരു ഐ വേണ്ടത് ആർക്കാണ്? കേരളത്തിലെ പോലീസ് സംവിധാനത്തിലും ഇന്റലിജൻസ് സംവിധാനത്തിലുമാണ്. അവരെ ശ്രദ്ധിക്കാനും അവരെ എംപ്ലോയ് ചെയ്യുന്ന എംപ്ലോയേഴ്സിനോട് അവരുടെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളും കൃത്യമായി സൂക്ഷിക്കാനും അവരുടെ കൃത്യമായ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യപ്പെടണം. അത് ചെക്കിംഗ് വേണം, വെരിഫിക്കേഷൻ വേണം. അപ്പൊ ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം പാകിസ്ഥാൻ അനുകൂല സംഘടനകളുടെ മോഡ്യൂൾസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പല പ്രദേശങ്ങളിലും ഉണ്ട്. അവിടെ കൃത്യമായ ഇന്റലിജൻസ് സംവിധാനവും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും വേണം. അതിനും സംസ്ഥാന സർക്കാരിന്റെ സഹകരണം വേണം. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പൊ ഗൾഫിൽ എന്താ നടന്നത്? 2 ദിവസം മുന്നേ
നമ്മളെ കേരളക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയെ വിളിച്ചു വരുത്തി വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ കയറി വന്നു എന്നാ പറയുന്നത്. വലിഞ്ഞു കയറി വന്ന ആൾ അവിടെ ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടക്കുമ്പോൾ പിടിച്ച് പുറത്താക്കാൻ സാധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ പലരുടെ ഭാഗത്തുനിന്നുള്ളത്. ഈ സോഫ്റ്റ് ആറ്റിറ്റ്യൂഡിൽ ഈ സംഗതി മുന്നോട്ട് പോവില്ല. ഹാർഡ് ആറ്റിറ്റ്യൂഡ് വേണം, സീറോ ടോളറൻസ് വേണം. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം, കേന്ദ്രം ആവട്ടെ സംസ്ഥാനമാവട്ടെ സർക്കാരുകൾ അത് ചെയ്യണം, ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ അത് വേണം, അതോടൊപ്പം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നാളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബോംബ് പൊട്ടിയാൽ ഞാനോ നിങ്ങളോ ആയിരിക്കും അതിന് ഇരയാവുക. ബോംബിന് രാഷ്ട്രീയമൊന്നുമില്ല, അത് ഇന്ന പാർട്ടിക്കാരെ നോക്കിയിട്ടൊന്നും പൊട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കരുതലുള്ള ഒരു സമൂഹമാവണം, ഒരു വളരെ എന്താ പറയാ കോഷ്യസ് ആയ ഒരു ജനതയായിരിക്കണം. കാരണം ഈ ചുറ്റുപാടും ശത്രുക്കളുണ്ട്. ചൈന എന്ന് പറയുന്നത് പകൽമാന്യനാണ്. ചൈന നേരിട്ട് ഒരു വിഷയത്തിൽ ഇടപെടില്ല. കാരണം ലോകത്തിൽ അവരുടെ ഇമേജ്, അവരുടെ കച്ചവടം, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചൈനയ്ക്ക് പ്രശ്നമാണ്. അവർ പകൽമാന്യന്മാരാണ്. ഉള്ളിലൂടെ ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ചൈന എടുക്കുക. അതേ സമയത്ത് ചൈനയിൽ പോയി ഇസ്ലാമിക തീവ്രവാദം പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ എടുക്കുന്നതിനേക്കാൾ കർശന നടപടി അവരെടുക്കുകയും ചെയ്യും. അത് വേറെ വിഷയം. പക്ഷെ ഇന്ത്യയിലേക്ക് ഈ വക ശക്തികളെ കയറ്റി വിടുന്നതിനും അവരെ സാമ്പത്തികമായിട്ടും ആയുധം കൊടുത്ത് സഹായിക്കുന്നതിനും ചൈനയ്ക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി നമ്മുടെ സർക്കാരുകളും ജനങ്ങളും മാറണം എന്നുള്ളതാണ് ഇതിന്റെ ഏക പോംവഴി. ഇവരൊന്നും നന്നാവാൻ പോകുന്നില്ല. അതുപോലെ നയതന്ത്ര രംഗത്ത് ഇപ്പോൾ 7 സംഘങ്ങൾ ലോകം മുഴുവൻ ചുറ്റുകയാണ്. അപ്പൊ അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊളംബിയ ഗവൺമെന്റ് ഔദ്യോഗികമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ പൗരന്മാർ മരിച്ചതിൽ എന്താ പറയാ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു, പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ സംഘം, അതായത് ശ്രീ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊളംബിയയിൽ പോയി അത് വിശദീകരിച്ചു കൊടുത്തു. കൊളംബിയൻ സർക്കാരുമായി ചർച്ച ചെയ്തു. എന്നിട്ട് ഇത് തെറ്റാണ്, ഇവിടെ സംഭവിച്ചത് ഇതാണ്, ഇവർ തീവ്രവാദ ആക്രമണം നടത്തുകയാണ്, പതിറ്റാണ്ടുകളായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ തീവ്രവാദ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ സിവിലിയൻസിനെ അല്ല അറ്റാക്ക് ചെയ്തത്, അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് അറ്റാക്ക് ചെയ്തത്. അതിന് പാക് സൈന്യം തിരിച്ചടിച്ചപ്പോഴാണ് പാക് സൈനിക ആസ്ഥാനങ്ങളും റഡാറുകളും എയർഫോഴ്സ് വിമാനത്താവളങ്ങളും ഒക്കെ നശിപ്പിക്കേണ്ടി വന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ കൊളംബിയ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആളുകൾ മരിച്ചതിനെതിരെ പ്രതിഷേധ പ്രസ്താവന ഇറക്കിയ കൊളംബിയ അത് ഇന്നലെ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നയതന്ത്ര രംഗത്തും നമ്മൾ ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളോടും മുന്നോട്ട് പോകണം. അല്ലാണ്ട് പാകിസ്ഥാൻ നന്നാവും ബംഗ്ലാദേശ് നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമില്ല. ശരി.